ടെക്സ്റ്റ് ലൈനിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ UPSC എക്സാമിന് ചോദിച്ച മാത്സിന്റെ ചോദ്യങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഒരു 6 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു. ആ 6 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. നമുക്ക് സമയം കളയണ്ട. ഒന്നാമത്തെ ചോദ്യം, 6 എണ്ണത്തിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകളുടെ ഗുണനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2 സംഖ്യകൾ വീതം ഗുണിച്ചു പോകുന്ന 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഗുണിച്ചു നോക്കാം. ആദ്യത്തേതെടുത്തെ എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ ഗുണിക്കുന്നത്? ഗുണിക്കാൻ എളുപ്പ വഴി നമ്മൾ അതിലുള്ള ദശാംശം മാറ്റി നമ്പേഴ്സ് മാത്രം എടുത്ത് ആദ്യം നമ്മൾ ഗുണിച്ചു വെക്കണം. എന്നിട്ട് ഇതില് ടോട്ടൽ എത്ര ദശാംശ സ്ഥാനങ്ങൾ ഉണ്ടെന്ന് എണ്ണി നോക്കി അത്രയും സ്ഥാനങ്ങളും ആ ഉത്തരത്തിന് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഗുണിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, സംഖ്യകൾ മാത്രം എടുത്താൽ 1 1 2 1 1 ഗുണം 1 എത്രയാണ്? 1. ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര ദശാംശ സ്ഥാനം ഉണ്ടെന്നായിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3 എണ്ണം, ഇവിടെ ഒരു 2 എണ്ണം. 3 2 5, ആകെ 5 ദശാംശ സ്ഥാനങ്ങളാണല്ലോ ഉള്ളത്. അപ്പൊ ആ 5 ദശാംശ സ്ഥാനങ്ങളും ഉത്തരത്തിന് കൊടുക്കുക. ഇവിടെ ആകെ ഒരെണ്ണം ഉണ്ട്. നമുക്കറിയാം ഈ സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ദശാംശ സ്ഥാനം കൊടുക്കുന്നത്. ഇവിടെ 1 2 3 4 5 സ്ഥാനം ഇങ്ങോട്ട് എടുത്ത് ഒരു പോയിന്റ് ഇടുക. 0.00001. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ആദ്യത്തെ ഉത്തരവായി. ഇനി രണ്ടാമത്തെ നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞ് 101 ഉള്ളത്. ഈ നടുക്ക് 0 വന്നാൽ അത് കൂട്ടുമല്ലോ, വാല്യുബിൾ ആണ്. അപ്പൊ 101, ഇവിടെ ഒരു 1. 101 ഗുണം 1 എത്രയാണ്? 101. ഓക്കെ. ഇനി അടുത്തത്, ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം. അപ്പൊ ആകെ 5 സ്ഥാനം. ഇവിടെ ഓൾറെഡി ഒരു 3 സ്ഥാനമുണ്ട്. ഇനി നമുക്ക് എന്ത് മതി? ഒരു 2 സ്ഥാനം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഉത്തരം? 0.10101. ഇത്രയാണ് നമ്മളുടെ ഉത്തരം. ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേതിൽ 101 1 അപ്പൊ നമ്മൾ 101 ഗുണം 1 101 എഴുതി. ഇവിടെ 3 സ്ഥാനം, ഇവിടെയും 3 സ്ഥാനം. 3 3 6 സ്ഥാനങ്ങളുണ്ട് ദശാംശം. അപ്പൊ ഉത്തരത്തിന് 6 എണ്ണം കൊടുക്കണം. ഇവിടെ 3, വീണ്ടും ഒരു 3 0 കൂടെ കൊടുത്താലേ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഇടാം. അപ്പൊ നമുക്ക് 0.0000101. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഉത്തരം. ഇതേ രീതിയിൽ നാലാമത്തെ നോക്കാം. ഇവിടെ 0.10, അതായത് പോയിന്റ് ഇല്ലാതെ നോക്കിയാൽ ഇതിൽ 10 അല്ലേ? ഇവിടെ 1 ആണ് ഉള്ളത്. നമുക്ക് 10 ഗുണം 1 10 ഉത്തരം വരുന്നത്. അതുകൊണ്ട് കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 2 5 ദശാംശ സ്ഥാനം ഇടണം. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇനി ഒരു 3 0 കൂടെ കൊടുത്താൽ 5 ദശാംശ സ്ഥാനമാകും. അപ്പൊ നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ 0 കൊടുത്താണല്ലോ ദശാംശം ഇടുന്നത്. അപ്പൊ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഇതാണ് ഉത്തരം. 0.000110. 4 എണ്ണത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടി. ഇനി ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പോയിന്റ് കഴിഞ്ഞുള്ള ഓരോ സ്ഥാനങ്ങളും നമ്മൾ ഒരേപോലെ കണക്കാക്കുക. ആദ്യം പോയിന്റ് കഴിഞ്ഞുള്ള ഒന്നാമത്തെ സ്ഥാനത്ത് കിടക്കുന്നത് നോക്കിയാൽ ഇവിടെ ഒരു 0 ആണ്. 1 0, രണ്ടാമത്തെ 0, ഇവിടെ മൂന്നാമത്തെ ഉത്തരത്തിലും ആദ്യം 0, നാലാമതും ആദ്യത്തേത് 0. എല്ലാം 0 ഒരേപോലെ. ഇനി അടുത്തത് നോക്കാം. ഇവിടെ രണ്ടാമത്തേത് 0, ഇവിടെയും രണ്ടാമത്തേത് 0, ഇവിടെ 2, ഇവിടെ 2, എല്ലാം 0 ആണ് രണ്ടാം സ്ഥാനത്ത് കിടക്കുന്നത്. ഇനി മൂന്നാം സ്ഥാനം നോക്കിയേ, 1 ഒരു 0 ആണ്, രണ്ടാമത് 1 ആണ്, മൂന്നാമത് 0 ആണ്, നാലാമതും 0 ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഉത്തരത്തിൽ മൂന്നാം സ്ഥാനത്ത് കിടക്കുന്നത് 1. ബാക്കി എല്ലാ ഉത്തരങ്ങളിലും ആ സ്ഥാനത്തുള്ളത് 0. അപ്പൊ ഏതാണ് വലുത്? 1 അല്ലേ വലുത്? അപ്പൊ ആ ഒറ്റ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതാണ് ഈ 4 എണ്ണത്തിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയാം. അപ്പൊ അതിന് ഏതാമത്തെ ആയിരുന്നു? രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഇത് സമാന്തര ശ്രേണിയിലെ ഒരു ചോദ്യമാണ്. അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയേ, 1 + 2 + 3 + എക്സെട്ര + 50 വരെ ഉള്ള സമ്മ അത് 1275 ആണ് എങ്കിൽ 3 + 6 + 9 + 150 വരെ ഉള്ള തുക എത്ര ആണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് 1 + 2 + 3 തൊട്ട് 50 വരെ 1275 ആണല്ലോ. ഇതിനെ രണ്ടാമത്തെ ഞാൻ ഒന്നുകൂടെ എഴുതുവാണ്. 9 + 150 വരെ. ഇതിൽ നിന്ന്
ഒന്നാമത്തിലെ ഓരോ അക്കങ്ങളെയും 3 കൊണ്ട് ഗുണിച്ചതല്ലേ ഈ രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ 3 കൊണ്ട് ഗുണിച്ചതായതുകൊണ്ട് 3നെ നമുക്ക് ഇനി കോമൺ ആയിട്ട് വെളിയിലെടുത്താൽ ബാക്കി അകത്ത് എന്ത് തന്നെ വരും? 3ന്ന് 3 എടുത്താൽ 1 പ്ലസ് 6ന്ന് ഇനി 3 എടുത്താൽ ബാക്കി 2 പ്ലസ് 9ന്ന് 3 എടുത്താൽ ബാക്കി 3 പ്ലസ് അങ്ങനെ പ്ലസ് ഇവിടെ 50 വരെ വരും. ഇതാണല്ലോ, ഇതിനകത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. 3 നമ്മൾ വെളിയിലെടുത്തു. ഇനി അങ്ങനാണെങ്കിൽ ഇത്രയത്തിന്റെ തുക 1275 ആണെങ്കിൽ ഇത്രയത്തിന്റെ തുക എന്തായിരിക്കും? 3 ഗുണം ഇത് 1275 ആണല്ലോ നമുക്ക് തന്നിട്ടുണ്ട് ഇത്രയും ഭാഗം. അപ്പൊ 1275 എന്ന് നമ്മൾ അതിന് പകരം കൊടുത്താൽ 3 ഗുണം 1275 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3825 എന്ന് ഉത്തരം കിട്ടും. അത് ഓപ്ഷൻ എ ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ഈ ചോദ്യം ചിലപ്പോ ക്യാൻസൽ ചെയ്തേക്കാം. കാരണം ശരിയായ ഉള്ള ഉത്തരം 4 ആണ്. ആ ഉത്തരം ഈ ഓപ്ഷനിലൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ PSC അത് ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. നമുക്ക് എന്തായാലും ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്ര? ഉയരം എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം വോളിയം ഈസ് ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു H ആണ്. അതായത് വ്യാപ്തം കണ്ടുപിടിക്കാൻ നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. അപ്പൊ വ്യാപ്തം ഇവര് പറയുന്നുണ്ട് 10,000 ലിറ്റർ ആണെന്നും L നീളം 2.5 മീറ്റർ ആണ് ഇൻറ്റു വീതി ബ്രെഡ്ത്ത് എത്രയാണ്? 1 മീറ്റർ ആണ് ഇൻറ്റു H നമുക്ക് അറിയത്തില്ല. H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ സ്വാഭാവികമായിട്ടും കണ്ടുപിടിക്കും? ഈ 10,000 ലിറ്ററിനെ ഇത്രയും ഭാഗം കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് H കിട്ടും. പക്ഷേ ഇവിടെ ഈ 10,000 ലിറ്റർ എന്നുള്ളത് നോക്കിയേ, ഇത് ലിറ്റർ ആണ് വോളിയം തന്നിരിക്കുന്നത്, ഇത് രണ്ടും മീറ്ററിലാണ്. നമ്മൾ അപ്പൊ എന്താക്കണം? ലിറ്റർ എന്നുള്ളത് മീറ്റർ ക്യൂബിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ശരിയായ ഉള്ള ഉത്തരം ഹൈറ്റ് മീറ്ററിൽ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് L എന്ന് പറയുന്നതിനെ മീറ്റർ ക്യൂബ് ആക്കണം. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ആണെന്ന് അറിയാമോ? 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 10,000 ലിറ്റർ എങ്ങനെ വരും? 10,000 ഭാഗം 1000. അപ്പൊ എന്ത് കിട്ടും? 10 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഈ 10,000 ലിറ്റർ എന്നുള്ളത് 10 മീറ്റർ ക്യൂബായിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ ഈ ഭാഗത്തെ മാറ്റിയിട്ട് 10 എന്ന് കൊടുക്കാണ്. 10 മീറ്റർ ക്യൂബ്. അപ്പൊ ഇതിനകത്തിലെ മീറ്റർ ഞാൻ മാറ്റി, ഈ മീറ്റർ ഞാൻ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് എന്ത് കിട്ടും? 10 സമം 2.5 ഇൻറ്റു 1 ഇൻറ്റു H എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ H എങ്ങനെ കണ്ടുപിടിക്കും? H ഈസ് ഈക്വൽ ടു 10 ഭാഗം 2.5 ഇൻറ്റു 1 2.5 തന്നെ. നമ്മൾ എന്ത് ചെയ്യുക? H കണ്ടുപിടിക്കാൻ 10 ഭാഗം ഇത് ചെയ്യുക. 10 ഭാഗം 2.5 എന്നല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെ ഡിവിഷൻ ചെയ്യുക. മേളിലും താഴെ 10 കൊണ്ട് ഗുണിച്ച് ഈ ഒരു ദശാംശം മാറ്റിയെടുത്താൽ 100 ഭാഗം 25 എന്നാകാം. 100/25 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 മീറ്റർ ആണ് ഈ ഒരു ടാങ്കിന്റെ ഉയരമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ ഇല്ല. 10,000 വെച്ച് ചെയ്തപ്പോ 4,000 ഉത്തരം കിട്ടിയിട്ട് ചെയ്തിട്ട് വന്നവര് കാണും. പക്ഷെ ചിലപ്പോൾ അത് ക്യാൻസൽ ചെയ്തേക്കാം. ശരിയായ ഉത്തരം 4 മീറ്റർ ആണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? പൂർണ്ണവർഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഇവിടെ ദശാംശ സംഖ്യകളുടെ ആണല്ലോ പൂർണ്ണവർഗം കാണേണ്ടത്. അപ്പൊ നമുക്ക് ദശാംശം വന്നാൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, പോയിന്റ് കഴിഞ്ഞ് ഉള്ള സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കുക. പിന്നെ അത് പൂർണ്ണവർഗമാണോ എന്ന്. ഇവിടെ 25 എന്നുള്ളതാണ് എടുത്തേക്കുന്നത്. 25 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിനകത്ത് സംശയമില്ല. 4 ഓപ്ഷനിൽ 25ന്റെ പല പല ഫോംസ് ആണ് തന്നേക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ബാക്കി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പോയിന്റ് കഴിഞ്ഞ് ഉള്ള സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരെണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 3, ഇവിടെ 5. ഇത് എല്ലാം ഒറ്റ സംഖ്യയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇരട്ട സംഖ്യ വന്നേക്കുന്നത്. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും പൂർണ്ണവർഗമായിട്ടുള്ള സംഖ്യ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം എന്താണെന്ന് നോക്കാം. സംഖ്യാരേഖയിലെ 3/5നും 4/5നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? ഭിന്നസംഖ്യകൾ അറിയാമല്ലോ, ഭിന്നകം അല്ലെ റാഷണൽ നമ്പേഴ്സ്. 3/5ഉം 4/5ഉം 2 ഭിന്നസംഖ്യകളാണ്. നമ്പർ ലൈൻ എല്ലാവർക്കും അറിയാമല്ലോ. സംഖ്യാരേഖ മാത്സില് അങ്ങോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് നടുക്ക് 0 ഒക്കെ വരുന്ന ലൈൻ ഉണ്ടല്ലോ. എല്ലാ നമ്പേഴ്സും ഉൾപ്പെടുന്ന ലൈനാണ് നമ്പർ ലൈൻ. അതിൽ 3/5നും
4/5 ഇടയ്ക്ക് വരാത്ത ഭിന്നകമാണ് കണ്ടുപിടിക്കേണ്ടത്, വരുന്നതല്ല. നമുക്ക് ഓരോന്നും ഭാഗിച്ചു നോക്കി, ഡിവിഷൻ ചെയ്ത് നോക്കി, പോയിന്റ് ഉള്ള സംഖ്യകൾ കണ്ടുപിടിച്ച് എല്ലാത്തിന്റെയും കണ്ടുപിടിച്ച് വരുമ്പോഴത്തേന് നമ്മൾ എന്താണ് കുറെ സമയം പോകും. പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്നല്ലേ നമുക്ക് അറിയേണ്ടത്. അതിനു വേണ്ടിയുള്ള ഒരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത്. തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളും നമ്മൾ അപ്പുറം ഇപ്പുറം ഇട്ടു. ഇനി ഓരോന്നും എടുത്ത് നടുക്കോട്ടിടാം. നടുക്ക് വരാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ഓപ്ഷനായ 2/3 ഞാൻ ഇതിന്റെ നടുക്കോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ആദ്യം ഈ രണ്ട് ജോഡി, പിന്നെ ഈ ജോഡി, ഇങ്ങനെ നോക്കുക. ഈ ജോഡി എടുത്താൽ നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതിൽ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ചെയ്ത് നോക്കുമ്പോൾ 3 3 9. അപ്പൊ 9 ഇവിടെ വരുന്നത്. അത് മേളിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ഥാനത്തോട്ട് ആ നമ്പർ എഴുതി പോയാൽ മതി. അപ്പൊ 3 × 3 9, 5 × 2 10. 10 ഞാൻ ഇവിടെ എഴുതി. ഇപ്പൊ രണ്ടെണ്ണത്തെ കഴിഞ്ഞു. ഇനി ഈ രണ്ടെണ്ണത്തിന്റെ നോക്കിയേ. 2 × 5 10. 10 തന്നെ ആയതുകൊണ്ട് ആ 10 അവിടെ തന്നെ ഉണ്ട്. 3 × 4 12. അപ്പൊ നോക്കിയേ, 9 10 12. 9നും 12നും ഇടയ്ക്കാണല്ലോ 10 കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഓപ്ഷൻ അല്ല, ഇടയ്ക്ക് കിടക്കാത്ത നമ്പറാണ് വേണ്ടത്. അത് ഓർത്തോണം. നമ്മൾ രണ്ടാമത്തെ നോക്കാൻ പോണേ. 3/5 ഇവിടെ എഴുതി, 4/5 ഇപ്പുറത്തും എഴുതി. നടുക്കുള്ള 5/8 ഞാൻ നടുക്കോട്ട് എഴുതി വെച്ചു. ഇനി നോക്കിയേ, ഈ രണ്ട് എണ്ണം എടുത്തു. 3 × 8 24. 24 ഇവിടെ വന്നു. 5 × 5 25. അത് ഞാൻ ഇവിടെ എഴുതി. ഇനി അടുത്ത ഈ രണ്ട് ജോഡി ഇത് നോക്കിക്കേ. 5 × 5 25. 8 × 4 8 4 32. ഇനി ഈ മൂന്ന് സംഖ്യകൾ നോക്കിക്കേ. 24 25 32. 32നും 24നും ഇടയ്ക്കാണ് 25. അപ്പൊ ഈ ഓപ്ഷനും അല്ല. ഇനി അടുത്തത് നോക്കാം. 3/5 അതുപോലെ എഴുതി, 4/5 അതുപോലെ എഴുതി. നടുക്ക് മൂന്നാമത്തെ ഓപ്ഷനായ 3/7 എഴുതുക. 3/7 നമ്മൾ ഇവിടെ എഴുതി. ഇനി നോക്കിക്കേ, ഈ രണ്ടെണ്ണം എടുത്തു. 7 3 21 അതിവിടെ എഴുതി. 5 3 15. ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് അടുത്ത എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 21 കഴിഞ്ഞ് അല്ല 15, 21ന് മുമ്പാണ് 15. അപ്പൊ നമുക്ക് അടുത്തത് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ 21ന് ഇപ്പുറത്താണ് 15 വരുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ തന്നെ ഓപ്ഷൻ ഇതാണെന്ന് മനസ്സിലാവും. ഇനി ഒന്നുകൂടെ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം, കാണിച്ചേക്കാം. 5 3 15, 7 4 28. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി 15 ഈ രണ്ട് സംഖ്യകളുടെ നടുക്ക് കിടക്കുന്ന സംഖ്യ അല്ലെന്ന്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി 3/7 ആണ് ഇവിടുത്തെ ഉത്തരം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം എന്താണെന്ന് നോക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഹ അല്ലെങ്കിൽ HCF 16, അവയുടെ ലസാഗു അല്ലെങ്കിൽ LCM 192. ഒരു സംഖ്യ 64 ആണെങ്കിൽ മറ്റേ സംഖ്യ ഏത്? രണ്ട് സംഖ്യകളുടെ HCF LCM നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒരു സംഖ്യ ഏതാണെന്ന് പറഞ്ഞ് മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി ഉത്തരം കണ്ടെത്താൻ. HCF ഗുണം LCM സമം ഫസ്റ്റ് നമ്പർ ഗുണം സെക്കൻഡ് നമ്പർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ HCF into LCM is equal to ഫസ്റ്റ് നമ്പർ into സെക്കൻഡ് നമ്പർ. ഇതിൽ ഓരോന്നും നമുക്കറിയാം. HCF എത്രയാണ് പറഞ്ഞേക്കുന്നത്? 16 ആണ് പറഞ്ഞേക്കുന്നത്. LCM 192, ഫസ്റ്റ് നമ്പർ 64 ഇൻറ്റു സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഈ ഭാഗം ഡിവിഷൻ ഇതിലും ബാക്കിയുള്ളത്. അപ്പം 16 ഗുണം 192 ഭാഗം 64 ചെയ്യണം. ഗുണിക്കേ ഹരിക്കൊന്നും ചെയ്യേണ്ട. ആദ്യം നമുക്ക് വെട്ടിക്കുറയ്ക്കാം. വെട്ടിക്കുറയ്ക്കുന്നത് എങ്ങനെയാണ്? 16ഉം 64ലും കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു ഘടകമാണ് 8. 8 കൊണ്ട് വെട്ടാം. 8 2 ആണ് 16, 8 8 64. ഇനി 2ഉം 8ഉം കൂടെ വെട്ടാവല്ലോ. 2 4 ആണ് 8. ഇനി 192 ഭാഗം 4 നിങ്ങൾ ചെയ്ത് നോക്കുക. 192 ഭാഗം 4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 48 ആണ്. അത് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം 48. അപ്പൊ നമ്മൾ UPSC എക്സാമിന് ചോദിച്ച 15 ചോദ്യങ്ങളും നമ്മൾ ഇവിടെ സോൾവ് ചെയ്ത് നോക്കി, അല്ലെ? ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന LPSA LDC എക്സാമുകൾക്ക് ഈ ടൈപ്പ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതെല്ലാം നന്നായിട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് എക്സാമിന് പോവുക, നന്നായിട്ട് എക്സാം എഴുതുക. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.